നമസ്കാരം. നമ്മുടെ അടുത്ത സെഷനിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യാണ്. 4ാമത്തെ ബ്ലോക്ക് ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലോക്കിന്റെ പേര് ഇൻഷുറൻസ് ക്ലെയിംസ് ആൻഡ് റെഗുലേഷൻസ് എന്നാണ്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ഇൻഷുറൻസ് ക്ലെയിം, റെഗുലേഷൻ നമുക്ക് അടുത്ത യൂണിറ്റ് ആയിട്ട് മറ്റൊരു ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പോൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ ഈ വാക്ക്? നമ്മൾ ആ ഒരു ഇവന്റ് സംഭവിച്ചാൽ, ഒരു ഉദാഹരണം, ഇപ്പൊ ഞാൻ എന്റെ ബൈക്ക് ആക്സിഡന്റിന് വേണ്ടിയിട്ട് ഇൻഷുർ ചെയ്തു. അങ്ങനെ ആക്സിഡന്റ് സംഭവിച്ചു, ഒരു 25,000 രൂപയുടെ നഷ്ടം ഉണ്ടായി. ഞാൻ എന്ത് ചെയ്യാണ്? അത് ക്ലെയിം ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയോട് റിപ്പോർട്ട് ചെയ്യാണ്. അപ്പൊ അവര് അതൊക്കെ അന്വേഷിച്ച് എനിക്ക് ആ 25,000 രൂപ തരികയാണ്. അതാണ് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോ ഒരാള് ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്തു, അയാൾ മരണപ്പെട്ടു പോയി അല്ലെ? അപ്പൊ ആ ഒരു ഇവന്റ് അവിടെ സംഭവിച്ചു കഴിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിന്റെ ബെനിഫിഷ്യറീസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നോമിനീസ്, ഫാമിലി, അവർ പോയിട്ട് ഇൻഷുറൻസ് കമ്പനിയോട് റിപ്പോർട്ട് ചെയ്യാണ് ഇയാൾ മരിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ സമർപ്പിക്കുമ്പോൾ അവരെന്ത് ചെയ്യാണ്? ഇപ്പൊ ഒരു 10 ലക്ഷം ആണെങ്കിൽ ആ 10 ലക്ഷം എമൗണ്ട് തരികയാണ്. ആ ഇൻഷുറൻസ് കമ്പനി ആ എമൗണ്ട് തിരിച്ചു തരുന്നതിന് എപ്പോഴാ തിരിച്ചു തരിക? ആ ഒരു ഇവന്റ് സംഭവിച്ചാൽ അല്ലെങ്കിൽ ആ ഒരു മെച്യൂരിറ്റി ഡേറ്റ് കഴിഞ്ഞാൽ അല്ലെ, ആ എമൗണ്ട് നമുക്ക് തിരിച്ചു തരും. ആ തിരിച്ചു തരുന്നതിനെയാണ് ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറയുന്നത്. നോക്കാം. അപ്പൊ ആദ്യമായിട്ട് എന്താണ് ഇൻഷുറൻസ് ക്ലെയിം? അതിന്റെ മീനിങ് ഒന്ന് നോക്കിയേ. An insurance claim is a formal request made to the insurer for compensation. അതായത് ശ്രദ്ധിക്ക്, നമ്മൾ ഇൻഷുറർ ആരാണ്? ഇൻഷുറൻസ് കമ്പനി അല്ലെ? അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു റിക്വസ്റ്റ് ആണ്. ആരെ റിക്വസ്റ്റ് കൊടുക്കുക? ഇൻഷുർഡ് അല്ലെ? ഇപ്പൊ ഞാന് എന്റെ ബൈക്ക് ഇൻഷുർ ചെയ്തിട്ടുണ്ട്, ഒരു ആക്സിഡന്റ് സംഭവിച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഞാനാണ് ഇൻഷുറർ അല്ലെ? അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? എന്റെ ഇൻഷുർഡിന് അഥവാ ഇൻഷുറൻസ് കമ്പനിക്ക് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. എന്ത്? ഇങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾ അതിന്റെ പേയ്മെന്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഇൻഷുർഡ് ഇൻഷുറർക്ക് അല്ലെ? ഞാന് ആ ഇൻഷുറൻസ് കമ്പനി, അതാണ് ഇൻഷുറർ എന്ന് പറയുന്നത്. അപ്പൊ ഇൻഷുറർ കൊടുക്കുന്ന ഒരു ഫോർമൽ റിക്വസ്റ്റ് ആണ് ഇൻഷുറൻസ് ക്ലെയിം. എന്താ അതിൽ ഉണ്ടാവുക? ആ റിക്വസ്റ്റിൽ എന്താ ഉണ്ടാവുക? അതാണ് ഇറ്റ് അറൈസ് ഫ്രം ഇൻഷുർഡ് റിസ്ക് ഒക്കെ. ആ റിസ്ക് സംഭവിച്ചിട്ടുണ്ട്, ഒരു ആക്സിഡന്റ് ആവാം, അല്ലെങ്കിൽ മരണമാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ആവാം അല്ലെ? ആ ഒരു ഇവന്റ്, ആ ഒരു പ്രശ്നം, ആ ഒരു റിസ്ക് സംഭവിച്ചിട്ടുണ്ട്. അത് ലോസ്, ഡാമേജ്, ഇൽനെസ്, ഡെത്ത് ഉണ്ടാവാം. ആ ഒരു ഇഷ്യൂ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഇൻഷുറർ കമ്പനിക്ക്, അതാണ് ഇൻഷുറർ അല്ലെ, അവർക്ക് കൊടുക്കുന്ന ആ ഒരു റിക്വസ്റ്റിനെയാണ് ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറയാ. ഇറ്റ് ഇസ് എ ലീഗൽ റൈറ്റ്. അതൊരു നിയമപ്രകാരമുള്ള ഒരു അവകാശമാണ്. ആരുടെ? ഇൻഷുർഡിന്റെ അല്ലെ? ഇൻഷുർഡിന്റെ ഒരു അവകാശമാണ്. അല്ലെങ്കിൽ ഇപ്പൊ മരണമൊക്കെ സംഭവിച്ചാൽ ഇൻഷുർഡ് അവിടെ ഉണ്ടാവില്ല അല്ലെ? ആരുണ്ടാവും പകരം? നോമിനി. ഇൻഷുർഡിന്റെയോ അല്ലെങ്കിൽ നോമിനിയുടെയോ അവകാശമാണ് അണ്ടർ ദ പോളിസി. ആ ഇൻഷുറൻസ് പോളിസി പ്രകാരം ആ ഒരു ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ എമൗണ്ട് ക്ലെയിം ചെയ്യുക എന്നുള്ളത് ആ ഇൻഷുർഡിന്റെ അല്ലെങ്കിൽ അവരുടെ നോമിനിയുടെ ഒരു അവകാശമാണ്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഷുറൻസ് ക്ലെയിം, ഇൻഷുറൻസ് ക്ലെയിമിന്റെ പ്രാധാന്യങ്ങൾ, അതിന്റെ ഇമ്പോർട്ടൻസ്. ഒന്ന്, പ്രൊവൈഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഡ്യൂറിങ് എമർജൻസി അല്ലെ? അങ്ങനെ ക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി കിട്ടും, ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ കിട്ടും ഡ്യൂറിങ് എമർജൻസി. ഈ എമർജൻസി വരുമ്പോഴാണ്, അഥവാ റിസ്കുകൾ വരുമ്പോഴാണ് നമ്മൾ ഇൻഷുർ ചെയ്യുന്നത് അല്ലെ? ഇപ്പോ ആക്സിഡന്റ് ഉണ്ടാവുക, മരണം ഉണ്ടാവുക, അല്ലെങ്കിൽ അസുഖങ്ങൾ ഉണ്ടാവുക അല്ലെ? അങ്ങനെ ഒരു റിസ്ക് വരുമ്പോഴാണ് നമ്മൾ ക്ലെയിം ചെയ്യുക. അപ്പൊ ആ ഒരു ക്ലെയിമിലൂടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ സഹായിക്കുന്നുണ്ട്. ഗീവ്സ് റിയൽ വാല്യൂ ടു ആൻ ഇൻഷുറൻസ് പോളിസി. അപ്പോൾ നമ്മുടെ എത്രയാണോ നമുക്ക് നഷ്ടം, ആ നഷ്ടത്തെ കൃത്യമായിട്ട് നമുക്ക് നികത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ബിൽഡ് ട്രസ്റ്റ് ഇൻ ഇൻഷുറൻസ് കമ്പനി. കൃത്യമായിട്ട് ക്ലെയിം കൊടുക്കുന്ന കമ്പനി ആണെങ്കിൽ അത് ജനങ്ങളുടെ ഇടയിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാകും, ഒരു വിശ്വാസം ഉണ്ടാക്കാൻ പറ്റും അല്ലെ? അപ്പൊ നമ്മളൊരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി, ഇൻഷുറൻസ് കമ്പനി അതിൽ ഇടപെടുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ക്ലെയിം തരുന്നില്ല, അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുമായിട്ടുള്ള ഒരു ക്ലാഷ് ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും അല്ലെ? ഒരു ട്രസ്റ്റിന്റെ ഭാഗം കൂടെയാണ് ആ ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറയുന്നത്. അടുത്തത്, ഹെൽപ്സ് ക്വിക്ക് റിക്കവറി ഫ്രം അൺഎക്സ്പെക്ടഡ് ലോസ്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു ലോസ് വന്നിട്ടുണ്ട് അല്ലെ? അതൊരു ചിലപ്പോൾ തീപിടുത്താവാം, അല്ലെങ്കിൽ പ്രളയമാവാം, അങ്ങനെ എന്തോ ആയിക്കോട്ടെ. ആ ഒരു അൺഎക്സ്പെക്ടഡ് ലോസിൽ നിന്നുള്ള ഒരു പെട്ടെന്നുള്ള റിക്കവറിയാണ് ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറയുന്നത്. ആ എമൗണ്ട് കിട്ടുന്നതോടുകൂടെ നമ്മൾ ആ പ്രശ്നവും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകും. പിന്നെ സപ്പോർട്ട് സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്റ്റെബിലിറ്റി. അപ്പൊ നമ്മുടെ സാമൂഹികമായിട്ടോ പോലെ സാമ്പത്തികമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി, ഒരു സ്ഥിരത കൊണ്ടുവരാനും ഈ ഒരു ഇൻഷുറൻസ് ക്ലെയിം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഏതൊക്കെ തരത്തിലുള്ള ഇൻഷുറൻസ് ക്ലെയിമുകളാണുള്ളത്? നമുക്കറിയാം, 2 തരത്തിലുള്ള ഇൻഷുറൻസ് ഉണ്ട്. ഒന്ന് ലൈഫ് ഇൻഷുറൻസും, 2 ജനറൽ ഇൻഷുറൻസും അല്ലെ? ലൈഫ് ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ്. അതിൽ ലൈഫ് ഇൻഷുറൻസിൽ വരുന്നത് ഒന്ന് മെച്യൂരിറ്റി ക്ലെയിം. മെച്യൂരിറ്റി ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്താ? എന്നാണോ ആ ഡേറ്റ് അല്ലെ? മെച്യൂരിറ്റി പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മൾ പറയണ 30 വർഷത്തേക്ക്, അല്ലെ 20 വർഷത്തേക്ക്, അല്ലെങ്കിൽ 10 വർഷത്തേക്ക് നമ്മൾ ഇൻഷുർ എടുത്തു.
ആ ഡേറ്റ് കഴിയുന്ന സമയം, അതാണ് മെച്യൂരിറ്റി ക്ലെയിം എന്ന് പറയുന്നത്. പെയ്ഡ് വെൻ പോളിസി ടൈം എൻഡ്, എന്നാണോ ആ ഡേറ്റ് കഴിയുന്നത്, എൻഡ് ആവുന്നത്, അന്നുള്ള പോളിസി അല്ലെ, അതാണ് മെച്യൂരിറ്റി ക്ലെയിം എന്ന് പറയുന്നത്. പെയ്ഡ് വെൻ പോളിസി ടേം എൻഡ്, ആ പോളിസിയുടെ കാലാവധി തീരുന്ന അന്ന് നമുക്ക് എന്ത് ചെയ്യും, ആ എമൗണ്ട് കിട്ടും, ക്ലെയിം ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് ഡെത്ത് ക്ലെയിം. ഡെത്ത് ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴാണോ ആ ഡെത്ത് സംഭവിക്കുന്നത് അല്ലെ, ആരുടെ, ഇൻഷുർഡിന്റെ ഡെത്ത് സംഭവിക്കുന്നത്, ആ സമയത്ത് നമുക്ക് എമൗണ്ട് കിട്ടും. മൂന്നാമത്തത് റൈഡർ ക്ലെയിം. നമ്മൾ മുമ്പ് പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും അല്ലെ, ഈ ട്രാവലേഴ്സ് ചെയ്യുന്നതാണ് റൈഡർ ക്ലെയിം എന്ന് പറയുന്നത്. അഥവാ അവർക്ക് ഇപ്പോ നോർമലി ട്രാവലിങ്ങിനുള്ള ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവും, അതിന്റെ പുറമെ എക്സ്ട്രാ ഇപ്പോ ആക്സിഡന്റ്, അതുപോലെ തന്നെ ഇൽനെസ് തുടങ്ങിയുള്ള എക്സ്ട്രാ കാര്യങ്ങൾ അവർ ആഡ് ചെയ്തിട്ടുണ്ടാവും അതില്. അപ്പോ ആ എക്സ്ട്രാ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം, അത് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് ലൈഫ് ഇൻഷുറൻസിന്റെ ക്ലെയിമുകളുടെ രൂപം. ഇനി അടുത്തത് ജനറൽ ഇൻഷുറൻസിന്റെ ക്ലെയിമുകളുടെ രൂപം. ഒന്ന് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം. ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം അത് എപ്പോഴാണ് ഉണ്ടാവുക, എ ക്ലെയിം മെയ്ഡ് ടു കവർ ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് മെഡിക്കൽ എക്സ്പെൻസസ് അല്ലെ. ഇപ്പൊ ഒരാൾ ഹോസ്പിറ്റലൈസ് ചെയ്ത് അഡ്മിറ്റ് ചെയ്ത് എന്തെങ്കിലും അസുഖമൊക്കെ വന്നിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ എക്സ്പെൻസുകൾ വന്നു, ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യാം, അത് ക്ലെയിം ചെയ്യാൻ പറ്റും. അടുത്തത് മോട്ടോർ ഇൻഷുറൻസ് ക്ലെയിം അല്ലെ, നമ്മുടെ വാഹനങ്ങളുടെ ക്ലെയിം. അത് എപ്പോഴാണ് വരിക, ലോസ് ഓർ ഡാമേജ് ടു എ വെഹിക്കിൾ ഡ്യൂ ടു ആക്സിഡന്റ്, ഡെത്ത്, ഡിസാസ്റ്റർ. എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ട്, മോഷണം വന്ന് അല്ലെങ്കിൽ ആക്സിഡന്റ് വന്നിട്ട് നമ്മുടെ വാഹനങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെ, വാഹനങ്ങൾക്ക് ഒരു ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ, അത് ആക്സിഡന്റ് ആവാം, ചിലപ്പോൾ മോഷണമാവാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിസാസ്റ്റർ ആവാം, എന്തോ ആട്ടെ, അങ്ങനെ വന്നാൽ നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ് മോട്ടോർ ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറയുന്നത്. അടുത്തത് ഫയർ ഇൻഷുറൻസ് ക്ലെയിം. ഇതൊക്കെ ആ വാക്ക് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അല്ലെ. ഫയർ ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു തീപിടുത്തം ഉണ്ടായി, എ ക്ലെയിം ഫോർ ലോസ് ഓഫ് പ്രോപ്പർട്ടി കോസ്ഡ് ബൈ ഫയർ അല്ലെ, കോസ്ഡ് ബൈ ഫയർ, തീപിടുത്തത്തിലൂടെ നമ്മുടെ ആ പ്രോപ്പർട്ടി നശിച്ചു. അപ്പൊ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ് ഫയർ ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറയുന്നത്. അടുത്ത മറൈൻ. മറൈൻ എന്ന് നമുക്കറിയാലോ അല്ലെ, ഷിപ്പ്, ഓർമ്മ ഉണ്ടാവും അല്ലെ. മറൈൻ ഇൻഷുറൻസ് ക്ലെയിം നോക്കാം, എ ക്ലെയിം ഫോർ ലോസ് ഓർ ഡാമേജ് ടു ഗുഡ്സ് ഡ്യൂറിങ് ട്രാൻസിറ്റ്. നമ്മൾ ഈ ഷിപ്പിലൊക്കെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ നഷ്ടം വന്നു, എന്തെങ്കിലും ഡാമേജുകൾ വന്നു, ആക്സിഡൻസ് വന്നു, അപ്പൊ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ് മറൈൻ ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറയുന്നത്. അടുത്തത് ട്രാവൽ ഇൻഷുറൻസ് ക്ലെയിം. ട്രാവൽ അഥവാ എ ക്ലെയിം ഫോർ ലോസ് ഡ്യൂറിങ് ട്രാവൽ സച്ച് ആസ് ബാഗേജ് ലോസ്, ട്രിപ്പ് ക്യാൻസലേഷൻ ഓർ മെഡിക്കൽ എമർജൻസീസ്. അപ്പൊ നമ്മളൊരു യാത്രയുമായി ബന്ധപ്പെട്ട്, ട്രിപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ഇഷ്യൂസ്, അതിലിപ്പോ നമ്മുടെ സാധനങ്ങൾ നഷ്ടപ്പെടുക, പിന്നെ ട്രിപ്പ് ക്യാൻസൽ ചെയ്യുക, അങ്ങനെ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തിരുന്നു, അതൊക്കെ നമുക്ക് പ്രശ്നം വരിക അല്ലെ, ലോസ് വരിക, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഇപ്പോൾ യാത്രക്കിടയിൽ എന്തെങ്കിലും മെഡിക്കൽ എമർജൻസീസ് വരിക, അങ്ങനെ യാത്രയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ട്രാവൽ ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറയുന്നത്. ഇനി അതിന്റെ പ്രൊസീജിയേഴ്സ് ആ പറയുന്നത് കേട്ടോ, എങ്ങനെയാണ് നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റുക, ആ എമൗണ്ട് നമുക്ക് എങ്ങനെയാണ് കിട്ടുക. അതിൽ ഫസ്റ്റ് മെച്യൂരിറ്റി ക്ലെയിം പ്രോസസ്. നമുക്കറിയാം ലൈഫ് ഇൻഷുറൻസിന്റെ കേസിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് തന്നെ കേട്ടോ. ലൈഫ് ഇൻഷുറൻസിന്റെ കേസിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഒന്ന് മെച്യൂരിറ്റി ഡേറ്റ് കഴിയും. അപ്പോൾ ഒരു 20 വർഷത്തേക്കാണ് ഞാൻ ലൈഫ് ഇൻഷുറൻസ് എടുത്തത്. 20 വർഷം കഴിഞ്ഞോട് കൂടെ എന്റെ ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി. അതാണ് മെച്യൂരിറ്റി ക്ലെയിം എന്ന് പറയുന്നത്. അഥവാ ആ ഒരു പീരീഡ്, ആ ഒരു എൻഡ് ഡേറ്റ് എത്തിക്കഴിഞ്ഞാൽ അതോടുകൂടെ ക്ലോസ് അല്ലെ. അപ്പോ രണ്ടാമത്തെ ഒരു കേസ് എന്താ, ഡെത്ത്, മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പൊ മെച്യൂരിറ്റി ക്ലെയിം ആയി. ഇപ്പൊ 20 വർഷത്തേക്ക് ഞാൻ ലൈഫ് ഇൻഷുറൻസ് എടുത്തു, 20 വർഷം പൂർത്തിയായി. എന്നാൽ എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയർ? ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇന്റിമേഷൻ ബൈ ഇൻഷുറർക്ക് അഥവാ ഇൻഷുറൻസ് കമ്പനിക്ക് ഇന്റിമേഷൻ കൊടുക്കണം. അപ്പൊ നമ്മൾ 20 വർഷത്തേക്ക് ചേർന്നതാണ്, ആ ഡേറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു ഇന്റിമേഷൻ കൊടുക്കണം. പിന്നെ സബ്മിഷൻ ഓഫ് ഡോക്യുമെന്റ്സ്, നമ്മുടെ ഡോക്യുമെന്റുകൾ കൃത്യമായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പൊ അതില് നമ്മൾ അന്ന് പ്രീമിയം അടച്ചതിന്റെ ഡോക്യുമെന്റ്സ് ഉണ്ടാവും അല്ലെ, ഇൻഷുറൻസ് എടുത്തതിന്റെ ഒരു കോൺട്രാക്ട് ഒരു ഡോക്യുമെന്റ് ഉണ്ടാവും, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യും, ക്ലെയിം വെരിഫിക്കേഷൻ. ഇത് നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയാ ചെയ്യുക കേട്ടോ. അവര് കറക്റ്റ് അല്ലേ, ഇവർ തന്ന ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റ് അല്ലേ, ഫേക്ക് ഒന്നല്ലല്ലോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അവരെടുത്തുണ്ടാവില്ലേ ഡാറ്റാസ്, അത് വെച്ചിട്ട് അവർ വെരിഫൈ ചെയ്യും. അതിനെന്ത് ചെയ്യും, ഓക്കെ ആണെങ്കിൽ പേയ്മെന്റ് ടു പോളിസി ഹോൾഡർ. ആ പോളിസി ഹോൾഡർക്ക് ഇപ്പൊ 20 വർഷമായി, ഇപ്പൊ ഞാനാണ് ഇൻഷുറൻസ് എടുത്തത്, എന്നെ വിളിക്കുന്ന പേരാണ് പോളിസി ഹോൾഡർ, എനിക്ക് എന്ത് ചെയ്യും, ആ എമൗണ്ട് തരും. ഇതാണ് മെച്യൂരിറ്റി ക്ലെയിം അഥവാ ഡേറ്റ് വെച്ചിട്ടുള്ള, ഡ്യൂറേഷൻ വെച്ചിട്ടുള്ള ഇൻഷുറൻസിന്റെ പ്രൊസീജിയർ. ഇനി ഡെത്ത് സംഭവിച്ചാൽ എന്താണ് അപ്പൊ നോക്കണം. ഫസ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇന്റിമേഷൻ ഓഫ് ഡെത്ത്, മരണപ്പെട്ടു എന്നുള്ള വിവരം ഇൻഷുറൻസ് കമ്പനി അറിയിക്കണം. നമ്മുടെ ഇൻഷേർഡ് അല്ലെ, ഇൻഷേർഡ് മരണപ്പെട്ടു എന്നുള്ള വിവരം അയാളെല്ലാം അറിയിക്കുക കേട്ടോ. അയാളുടെ നോമിനീസ് ആയിരിക്കും ഉണ്ടാവുക, ബെനിഫിഷ്യറീസ് ആയിരിക്കും ഉണ്ടാവുക, അത് അറിയിക്കണം. രണ്ടാമത്തത് സബ്മിഷൻ ഓഫ് ക്ലെയിം ഫോം. ആ ക്ലെയിം ഫോം സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അഥവാ അതിന്റെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് സബ്മിറ്റ് ചെയ്യുക. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ,
അപ്പൊ അത് ഇവരെന്ത് ചെയ്യും, നമ്മുടെ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യും, ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. ഇയാൾ മരണപ്പെട്ടിട്ടില്ലേ, ഇവര് നുണ പറയില്ലല്ലോ, ഒറിജിനൽ അല്ലേ എന്നുള്ളത് അവരൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഓക്കെ ആണെങ്കിൽ ക്ലെയിം ഡിസിഷൻ ആൻഡ് പേയ്മെന്റ് ഓക്കെ അവർ തീരുമാനിക്കും. ഇയാൾ മരണപ്പെട്ടിട്ടുണ്ട്, ഇയാൾക്കുള്ള 10 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാം എന്നുള്ളത് ഡിസൈഡ് ചെയ്യും. ആ ബെനിഫിഷ്യറീസിന് അല്ലെങ്കിൽ നോമിനീസിന് ആ എമൗണ്ട് കിട്ടുകയും ചെയ്യും. ക്ലിയർ അല്ലേ? ഇതാണ് ഡെത്ത് ക്ലെയിമിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ ലൈഫ് ഇൻഷുറൻസ് ആണ്. ലൈഫ് ഇൻഷുറൻസ് 2 രൂപ ഉണ്ട്, ഒന്ന് മെച്യൂരിറ്റി ഡേറ്റ് വരുന്നത്, 2 ഡെത്ത് വരുന്നത്. ഇനി ലൈഫ് ഇൻഷുറൻസ് അല്ലാത്തത് അഥവാ ജനറൽ ഇൻഷുറൻസ്, അതിന്റെ പ്രൊസീജിയർ ആണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇൻഷുററെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻഫോം ചെയ്യണം. എന്താ ഈ ജനറൽ ഇൻഷുറൻസ് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നമ്മളെ ഹെൽത്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ വാഹനങ്ങൾ ആക്സിഡൻസ് വരുന്നുണ്ട്, ഇപ്പൊ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഫയർ ഇൻഷുറൻസ് വരുന്നുണ്ട്. ഇതൊക്കെ ജനറൽ ഇൻഷുറൻസിന്റെ ഭാഗമാണല്ലോ. അപ്പൊ എന്ത് ചെയ്യണം, അത് ആർക്കറിയില്ല, നമ്മുടെ ഇൻഷുറർ കമ്പനിക്ക് അറിയില്ല, ഇൻഷുറർക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് അത് ഇൻഫോം ചെയ്യണം. ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫയർ പ്രശ്നം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നിട്ടുണ്ട്, നമ്മൾ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഡീറ്റെയിൽസ് ഇൻഷുററെ അഥവാ ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കണം. പിന്നെ സബ്മിറ്റ് ക്ലെയിം ഫോം, മറ്റിലൊക്കെ നമ്മൾ പറഞ്ഞ തന്നെയാണ്. അങ്ങനെ അവരൊരു ഫോം തരും, എന്തൊക്കെയാണ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് ഒരു ക്ലെയിം ഫോം തരും. ആ ഫോം കൃത്യമായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം, എല്ലാം കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കണം. പ്രൊവൈഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് അല്ലെ, ഇനിയിപ്പോ ഫയർ അഥവാ കത്തി നശിച്ചു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഇന്ന ഇഷ്യൂസ് ആണ് ഉണ്ടായത് അല്ലെ, ഇനി ചിലപ്പോ ഇപ്പൊ പോലീസിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊക്കെ അവർക്ക് ഡോക്യുമെന്റ്സുകൾ തരും, അത് കൃത്യമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. സർവേയർ അസസ്മെന്റ്, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇൻഷുറൻസ് കമ്പനി ചെയ്യുന്ന പരിപാടിയാണ് അസസ്മെന്റ്. ഇപ്പൊ ഒരു ഉദാഹരണം, നമ്മളൊരു ബിസിനസ് ഫയർ ഉണ്ടായി, കത്തി നശിച്ചു എന്ന് വെച്ചോളി. അങ്ങനെ നമ്മൾ അവർക്ക് ക്ലെയിം ഫോം ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തു, പത്രത്തിലൊക്കെ ന്യൂസ് വന്നിരുന്നു, ആ ന്യൂസ് ഒക്കെ നമ്മൾ കൊടുത്തു എന്ന് വെച്ചോളി. അപ്പൊ അവരെന്ത് ചെയ്യും, അവരുടെ ആളുകൾ വന്ന് അന്വേഷിക്കും, നമ്മളെ സ്ഥാപനത്തിൽ വരും, കൃത്യമായിട്ട് അന്വേഷിക്കും, കത്തി നശിച്ചത് തന്നെയല്ലേ, എത്രയൊക്കെയാണ് അവർക്ക് നഷ്ടം വന്നിട്ടുള്ളത്, കറക്റ്റ് ആയിട്ട് അവർ ചെക്ക് ചെയ്യും. അപ്പൊ അതാണ് സർവൈവർ അസസ്മെന്റ്. ഇതാരാ ചെയ്യുന്നത്, നമ്മൾ ഇൻഷുറൻസ് കമ്പനിയാണ് ചെയ്യുന്നത്. അപ്പൊ അവരൊക്കെ നോക്കിയിട്ട് ഇതൊക്കെയാണെന്ന് കൺഫേം ആയാൽ ലാസ്റ്റ് സ്റ്റേജ് ക്ലെയിം സെറ്റിൽമെന്റ് ഓർ റീഇംബേഴ്സ്മെന്റ് അല്ലെ. ആ ക്ലെയിം നമുക്ക് ഒന്നെങ്കിൽ ക്യാഷ് തരും, അല്ലെങ്കിൽ ആ ഒരു സാധനം നമുക്ക് മാറ്റി തരും. അപ്പൊ നമ്മളൊരു മെഷീനറി ഒക്കെയാണ് കത്തിപ്പോയതെങ്കിൽ ആ മെഷീനറി മാറ്റിയിട്ട് അവർ പുതിയ മെഷീനറി നമ്മൾക്ക് തരും. ഓക്കെ, അതാണ് ക്ലെയിം സെറ്റിൽമെന്റ് ചെയ്യുക, അല്ലെങ്കിൽ റീഇംബേഴ്സ്മെന്റ് ആണ് അതിനെ മാറ്റി തരിക. ഓക്കെ, അതാണ് ജനറൽ ഇൻഷുറൻസിന്റെ പ്രൊസീജിയേഴ്സ്. ഇനി എന്റെ ടൈം ലിമിറ്റും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. നോൺ ലൈഫ് ക്ലെയിം ആണെങ്കിൽ, അഥവാ ജനറൽ ഇൻഷുറൻസിന്റെ ആണെങ്കിൽ 24 മുതൽ 48 മണിക്കൂറിന്റെ ഉള്ളിൽ ആ ക്ലെയിം കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. 24 to 48 hours കേട്ടോ, അതായത് 2 to 4 ദിവസത്തിന്റെ ഉള്ളിൽ. പിന്നെ ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ അതിൽ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും ആവശ്യമില്ലാത്ത ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ, അഥവാ ഇപ്പൊ മെച്യൂരിറ്റി ഡേറ്റ് ഒക്കെ ആണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമില്ലല്ലോ, ഡേറ്റ് കഴിഞ്ഞതല്ലേ, അങ്ങനത്തെ ആണെങ്കിൽ 30 ദിവസത്തിന്റെ ഉള്ളിൽ ആ ക്ലെയിം ചെയ്തിരിക്കണം. ഇനി ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുള്ള കേസാണ്, ഇപ്പൊ ഡെത്തിന്റെ കേസിലൊക്കെയാണ് ഇൻവെസ്റ്റിഗേഷൻ വരിക അല്ലെ, ലൈഫ് ഇൻഷുറൻസിൽ ഡെത്തിന്റെ കേസിലൊക്കെയാണ് ഇൻവെസ്റ്റിഗേഷൻ വരിക. അപ്പൊ എന്ത് ചെയ്യണം, 120 ദിവസം, അതായത് 4 മാസം അല്ലെ, 4 മാസത്തിന്റെ ഉള്ളിൽ ആ ക്ലെയിം ചെയ്തിരിക്കണം. ഇനി ഹെൽത്ത് റീഇംബേഴ്സ്മെന്റ് ക്ലെയിം ആണെങ്കിൽ, അഥവാ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് അത് ക്ലെയിം ചെയ്യാനാണെങ്കിൽ 15 to 30 ദിവസത്തിന്റെ ഉള്ളിൽ അത് ക്ലെയിം ചെയ്യണം. ഇതാണ് അതിന്റെ ഡേയ്സ് വരുന്നത്, അത് ഓർത്തു വെക്കുക കേട്ടോ. ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സുകളാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ അതിൽ ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്ന്, ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ക്ലെയിം ഫോം അല്ലെ, അതായത് ഒരു റിക്വസ്റ്റ് ആണ്. ഇത് നമുക്ക് നമ്മുടെ ഇൻഷുറർ തരും, എന്തൊക്കെയാണ് സംഭവം ഡീറ്റെയിൽസ് ഒക്കെ അറിയിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു റിക്വസ്റ്റ്, ആ ഒരു ഫോം കേട്ടോ. ആ ഫോം കൃത്യമായിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമ്മുടെ ഇൻഷുറൻസ് കമ്പനിക്ക് സബ്മിറ്റ് ചെയ്യുക, ക്ലെയിം ഫോം. പിന്നെ മരണത്തിന്റെ കേസ് ആണെങ്കിൽ, ലൈഫ് ഇൻഷുറൻസിൽ മരണത്തിന്റെ കേസ് ആണെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റും അവിടെ സബ്മിറ്റ് ചെയ്യണം, എന്നാലേ അവർക്ക് അത് മരണപ്പെട്ടു എന്നുള്ളത് കൺഫേം ആക്കാൻ പറ്റുള്ളൂ. പിന്നെ പോളിസിയുമായി ബന്ധപ്പെട്ട എവിഡൻസുകൾ, ഡോക്യുമെന്റ്സുകൾ അല്ലെ, ഇപ്പൊ ഒരു കോൺട്രാക്ട് ഒക്കെ ആദ്യം എഴുതിയിട്ടുണ്ടാവും, ആ കോൺട്രാക്ട്, പിന്നെ നമ്മൾ പ്രീമിയം അടിച്ചതിന്റെ റെസിപ്റ്റ്, അങ്ങനെ ആ ഇൻഷുറൻസ് പോളിസിയുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. പിന്നെ നോമിനിയുടെ അക്കൗണ്ട്സ് ഡീറ്റെയിൽസുകൾ, KYC. നോമിനിയാണിപ്പോ, ഞാനിപ്പോ എന്റെ വൈഫിനാണ് നോമിനി ആക്കിയിട്ടുള്ളത് ഒരു ലൈഫ് ഇൻഷുറൻസിൽ. അപ്പോ ആ നോമിനിയുമായി കാരണം അവരുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവുന്നത്, അപ്പൊ അവരുടെ ബാങ്കുമായി പെട്ട ഡീറ്റെയിൽസ് ഒക്കെ വരണം. പിന്നെ ബാങ്ക് പ്രൂഫ്,
ഇനി ഡയറക്റ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ബാങ്കിലേക്ക് പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്യണം. ഇതാണ് ലൈഫ് ഇൻഷുറൻസിന്റെ ഡോക്യുമെന്റ്സുകൾ വേണ്ടത്. ഇനി അടുത്തത് ജനറൽ ഇൻഷുറൻസിന്റെ ഡോക്യുമെന്റ്സുകൾ. ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ക്ലെയിം ഫോം, എന്താണ് ഡാമേജ്, അതിന് കൃത്യമായിട്ട് പറയുന്ന ഒരു ക്ലെയിം ഫോം വേണം. പിന്നെ പോളിസിയുടെ കോപ്പി, ഇൻഷുറൻസ് പോളിസി നമ്മൾ ഓൾറെഡി എടുത്ത സമയത്ത് നമുക്ക് ഉണ്ടാവും അതിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ കോപ്പി സബ്മിറ്റ് ചെയ്യണം. പിന്നെ FIR, ഇപ്പൊ ആക്സിഡന്റുകൾ, മോഷണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് കേസാക്കും അല്ലെ, പോലീസ് കേസാക്കും. അപ്പൊ അതിന്റെ FIRന്റെ കോപ്പി നമ്മൾ സബ്മിറ്റ് ചെയ്യണം. പിന്നെ ബില്ല്, അതുപോലെ എസ്റ്റിമേറ്റുകൾ. ഇപ്പൊ നമ്മളൊരു സ്ഥാപനം കത്തി നശിച്ചു എന്ന് വെച്ചോളിയും, അപ്പൊ അതിൽ എത്ര നഷ്ടം വന്നു അല്ലെ, അതിന്റെ ആളുകളൊക്കെ വന്ന് നോക്കിയിട്ടുള്ള അതിന്റെ ബില്ലുകളും എസ്റ്റിമേറ്റ്, ഏകദേശം എത്ര കണക്കാന്നുള്ളതൊക്കെ ഉണ്ടാവും. പിന്നെ സർവേയേഴ്സ് റിപ്പോർട്ട്. അങ്ങനെ നമ്മളൊരു ഒരു കത്തി നശിച്ചു എന്ന് വെച്ചോളൂ നമ്മുടെ ബിസിനസ്, അപ്പൊ നമ്മൾ പറഞ്ഞു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ആളുകൾ വന്ന് അത് ചെക്ക് ചെയ്യും അല്ലെ, അവരെയാണ് സർവേയർ എന്ന് പറയുന്നത്. അപ്പൊ അവര് സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ടും കൂടെ അതിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്യണം. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്താലാണ് നമുക്ക് ഈ ക്ലെയിം ചെയ്യാൻ പറ്റുക. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ 4th ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്ന ചെറിയൊരു മൊഡ്യൂൾ ആണ്. എന്നാൽ കുറെ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്, കൃത്യമായിട്ട് എല്ലാവരും ഫോളോ അപ്പ് ചെയ്യുക. ഇതിന്റെ മലയാളം നോട്ട്സുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. താങ്ക് യു ഓൾ.